ഏതോ ഒരു സിനിമാ തിയേറ്ററിലേക്ക് നമ്മുടെ പർദ്ദധാരികളായ പെൺകുട്ടികൾ ഇരച്ച് കയറുന്നൊരു ദൃശ്യമാണ് ഇത് കണ്ടത്. സിനിമ ഏതാണെന്നൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാനതിന് ആളുമല്ല. അപ്പോൾ ഏതായാലും ആ പെൺകുട്ടികൾ അതിൻ്റെ അകത്ത് കയറി ഭയങ്കര ബഹളവും ഒച്ചപ്പാടും അത് ഒരു ദിക്റിൻ്റെ മജ്‌ലിസിലുള്ള പോലെ ഭയങ്കര ആമീനൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്തൊരു ഇസ്ലാമിക സംസ്കൃതിയും സംസ്കാരത്തെയും ഇത്രമേൽ പച്ചയായി പറിച്ച് ചീന്താനുള്ള ഒരു ലൈസൻസ് നമ്മുടെ പെൺകുട്ടികൾക്ക് ആരാണ് കൊടുത്തത്? ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാണ്? ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചില ഉസ്താദ്മാർ പ്രതികരിച്ചപ്പോൾ അതിൻ്റെ കമൻ്റ് ചുവട്ടിൽ ചില പെരിച്ചാഴികൾ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ തലയെ കെട്ടിയ ഉസ്താദന്മാർ ദീന് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്, അറിവ് പകർന്നു കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്, മക്ബറുകളിലേക്കും പിന്നെ മറ്റും പറഞ്ഞയച്ചതിൻ്റെ ദുരന്തമാണ്, ഇതൊക്കെയാണെന്ന് അവർ പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ പെൺകുട്ടികൾ ഇത്രമേൽ പരസ്യമായി അവർക്ക് പുറത്തു പോകാനും വേണ്ടാത്ത കോപ്രാട്ടിങ്ങൾ കാട്ടിക്കൂട്ടാനോ അവസരം നൽകിയതാരാണ്? ലൈസൻസ് കൊടുത്തതാരാണ്? ഇവിടുത്തെ വഹാബികളാണ്, ഇവിടുത്തെ മൗദൂദികളാണ്. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ ഇസ്ലാമികമായി കഴിഞ്ഞുകൂടുന്ന പെൺകുട്ടികളെ, സ്ത്രീകളെ ഹദീസും ഖുർആനായത്തും ദുർവ്യാഖ്യാനം ചെയ്ത് പള്ളികളിലേക്ക് എഴുന്നള്ളിപ്പിച്ചതും മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിലേക്ക് അവർ ചെയ്തിരുന്ന പുണ്യകർമ്മമായ പല കാര്യങ്ങളും അവരുടെ ആത്മീയ ഉണർവിനു വേണ്ടി അവർ ചെയ്തിരുന്ന മാലകൾ, മൗലീദുകൾ, ഹദ്ദാദുകൾ, റാത്തീബുകൾ ഇങ്ങനെ തുടങ്ങി ഇസ്ലാമികമായ പല കാര്യങ്ങളും ഷിർക്കും ബിദ്അത്തുമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് അവരെ പള്ളിയിലേക്കും പൊതുയിടങ്ങളിലേക്കും വലിച്ചു വെച്ച് കൊണ്ടുപോയതിൻ്റെ ഏക ഉത്തരവാദികൾ മൗദൂദികളും വഹാബികളാണെന്നത് യാതൊരു സംശയവുമില്ല. തെളിവുകൾ എമ്പാടുമുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഉമ്മമാർ നഫീസത്ത് മാല പാടിയിരുന്നു, മൊഹീദ്ദീൻ മാല പാടിയിരുന്നു. അങ്ങനെ മാലകളും മൗലീദുകളും ദിക്റുകളും ഹദ്ദാദുകളും ഖുർആൻ ഓത്തും പാരായണമൊക്കെ ആയി വീട്ടിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടിറക്കിയതിൻ്റെ ഒറ്റ ഉത്തരവാദികൾ കൃത്യമായും വഹാബികളും മൗദൂദികളുമാണെന്നതിൽ, ഇവിടുത്തെ ബിദ്അഈ കക്ഷികളാണെന്നതിൽ യാതൊരു സംശയവുമില്ല.